ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വേർപാട് വലിയ ആഘാതമാണ് മാനവികതയിലും യേശു ക്രിസ്തുവിന്റെ മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമായ മൂല്യങ്ങളിലും പ്രതീക്ഷ അർപ്പിച്ചിരുന്നവർക്ക് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി പ്രതികരിച്ചിരിക്കുകയാണ്. മാർപ്പാപ്പ എന്നുള്ള നിലയിൽ അസാധാരണമായ സമീപനവും നിലപാടുകളുമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ സ്വീകരിച്ചത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. MA ബേബി പറയുന്നത് ഇങ്ങനെയാണ്: ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വേർപാട് വലിയ ആഘാതമാണ് മാനവികതയിലും യേശു ക്രിസ്തുവിന്റെ മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമായ മൂല്യങ്ങളിലും പ്രതീക്ഷ അർപ്പിച്ചിരുന്നവർക്ക് സൃഷ്ടിച്ചിരിക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഇടപെടലുകൾ ശ്രദ്ധിച്ചു പോന്നിട്ടുള്ളവർക്ക് അദ്ദേഹത്തിന്റെ ഈ വേർപാട് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പോലും കഴിയുമോ എന്നുള്ളത് ഈ മരണവുമായി പൊരുത്തപ്പെടാൻ സാധിക്കുകയോ ചെയ്യുകയില്ല. മാർപ്പാപ്പമാരുടെ ചരിത്രം ഒരു പരിധിവരെ നമുക്ക് അറിയാവുന്നതാണ്. മാർപ്പാപ്പ എന്നുള്ള നിലയിൽ അസാധാരണമായ സമീപനവും നിലപാടുകളുമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ സ്വീകരിച്ചു പോകുന്നത്. ആരും രക്ഷിക്കാനില്ലാത്ത ഒരാൾ വഴിയിൽ കിടന്ന് മരിച്ചാൽ അത് മാധ്യമങ്ങൾക്ക് വാർത്തയല്ല. എന്നാൽ ഓഹരി കമ്പോളങ്ങളിലെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായാൽ അത് മാധ്യമങ്ങൾക്ക് വാർത്തയാണ്. മനുഷ്യത്വമില്ലാത്ത ലോകമായി നാം ജീവിക്കുന്ന ലോകം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് വെട്ടി തുറന്നു പറഞ്ഞ മാർപ്പാപ്പയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റ് മാർപ്പാപ്പ എന്ന് ചിലർ വിമർശിച്ചിട്ടുണ്ട്. നിസ്വരായ മനുഷ്യർക്കൊപ്പം നിന്നും മാർപ്പാപ്പയാണ് അദ്ദേഹം. യേശു ക്രിസ്തു എങ്ങനെയാണോ നിന്ദിതർക്കും പീഡിതർക്കും വേണ്ടി നിന്നത്, അതേ മൂല്യങ്ങൾ പിന്തുടർന്ന മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് MA ബേബി പറയുകയാണ്. മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പും ഈസ്റ്റർ സന്ദേശം നൽകുമ്പോൾ ഗാസയുടെ വേദന പങ്കിട്ടാണ് അദ്ദേഹം കാലയവനികയ്ക്കുള്ളിൽ മറയുന്നത്. സഭയ്ക്കുള്ളിലും പുറത്തും നവീകരണത്തിന്റെ വക്താവായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. ഭീകരതയും അഭയാർത്ഥി പ്രശ്നവും മുതൽ ആഗോള താപനം വരെയുള്ള കാര്യങ്ങളിൽ വ്യക്തമായ നിലപാടുള്ള വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അഭയാർത്ഥികളോടുള്ള മുഖം തിരിക്കാനുള്ള യൂറോപ്പിന്റെ പ്രവണതയെ രൂക്ഷമായി വിമർശിച്ച അദ്ദേഹം ബാലപീഡനത്തിനെതിരെ അതിശക്തമായ നിലപാടെടുത്തിരുന്നു. ബാലപീഡനം, ലൈംഗിക കുറ്റകൃത്യങ്ങൾ എന്നിവയിൽ ഉൾപ്പെട്ട വൈദികർക്കും മെത്രാന്മാർക്കുമെതിരെ അച്ചടക്ക നടപടികൾ സ്വീകരിച്ചിരുന്നു. സഭയ്ക്ക് എതിർപ്പുകൾ ഉണ്ടായിരുന്നിട്ടും സ്വവർഗാനുരാഗികൾ നിയമത്തിന്റെ പരിരക്ഷയിലാകണം, ഞാൻ അതിനുവേണ്ടി നിലകൊള്ളുന്നു എന്ന നിലപാടെടുത്ത ആളാണ് അദ്ദേഹം. പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളാനും ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. സ്വന്തം നാട് വിട്ട് മറ്റിടങ്ങളിലേക്ക് പലായനം ചെയ്യുന്നവരോട്, അഭയാർത്ഥികളോട് മാനുഷിക സമീപനം സ്വീകരിക്കണമെന്നുള്ള വാദക്കാരനായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. അനധികൃതമായി കുടിയേറിയെന്ന് കണ്ടെത്തുന്നവരെ തിരിച്ചയക്കുമെന്നുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടിനോട് അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. നിർബന്ധിത നാട് കടത്തലിന് വിധേയരാകുന്നവരുടെ അന്തസ് അപഹരിക്കപ്പെടുമെന്നും നടപടിക്ക് മോശം പര്യവസാനമായിരിക്കും ഉണ്ടാവുക എന്നുമായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വധശിക്ഷയെ പൂർണ്ണമായും എതിർത്തുകൊണ്ടുള്ള നിലപാടായിരുന്നു മാർപ്പാപ്പയ്ക്ക് ഉണ്ടായിരുന്നത്. ശ്വാസകോശ അണുബാധയെ തുടർന്ന് ഫെബ്രുവരി 14-നാണ് മാർപ്പാപ്പയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. 5 ആഴ്ചയോളം നീണ്ട ആശുപത്രി വാസത്തിന് ശേഷം മാർച്ച് 23-നാണ് മാർപ്പാപ്പ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നത്.